ഐഡന്റിഫൈ ദ പാർട്സ് ഓഫ് ഇൻവെർട്ടർ സ്പ്ലിറ്റ് AC. ഹലോ, എൻ്റെ പേര് ഷീന. ഇന്നത്തെ സെഷനിൽ നിങ്ങൾ എല്ലാവരും ആവേശഭരിതരാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ മോഡ്യൂളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നു, ഈ വ്യായാമത്തിന്റെ അവസാനം നിങ്ങൾക്ക് കഴിയും ഇൻവെർട്ടർ സ്പ്ലിറ്റ് ACയുടെ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ഘടകങ്ങൾ തിരിച്ചറിയുക. ഇൻവെർട്ടർ സ്പ്ലിറ്റ് ACയുടെ സർക്യൂട്ട് ഉപയോഗിച്ച് വയറുകളെ ബന്ധിപ്പിക്കുക. ഇൻവെർട്ടർ സ്പ്ലിറ്റ് AC ഇൻസ്റ്റാൾ ചെയ്യുക. ഇപ്പോൾ ഈ വ്യായാമം ചെയ്യാൻ ആവശ്യമായ ഉപകരണങ്ങൾ, മെറ്റീരിയലുകൾ, ടൂൾസ് എന്നിവ നോക്കാം. ആവശ്യമുള്ള ടൂളുകളോ ഉപകരണങ്ങളോ: സ്ക്രൂ ഡ്രൈവർ ഒരു സെറ്റ്, ടെസ്റ്റർ ഒരെണ്ണം, കട്ടിംഗ് പ്ലെയർ ഒരെണ്ണം, ഹാമർ, ബോൾ പെൻ 450 ഗ്രാം ഒരെണ്ണം, നെയിൽ റിമൂവർ ഒരെണ്ണം, സ്പിരിറ്റ് ലെവൽ ഒരെണ്ണം, മൾട്ടിമീറ്റർ ഒരെണ്ണം, ടോം ടെസ്റ്റർ അല്ലെങ്കിൽ ക്ലാം മീറ്റർ ഒരെണ്ണം, സ്പാനർ ഒരു സെറ്റ്, ഡ്രില്ലിംഗ് മെഷീൻ ഒരെണ്ണം, എയർ ബ്ലോവർ ഒരെണ്ണം, വാൽവ് കീകൾ 4.7 mm 6 mm ഒരെണ്ണം, സ്ക്രൂ സ്പാനർ 200 mm ഒരെണ്ണം, വയർ സ്ട്രിപ്പർ ഒരെണ്ണം, വയർ ക്രിമ്പിൾ ഒരു സെറ്റ്, സോൾഡറിംഗ് ഉപകരണങ്ങൾ ഒരെണ്ണം. ആവശ്യമായ ഉപകരണങ്ങൾ: ഇൻവെർട്ടഡ് സ്പ്ലിറ്റ് AC ഒരെണ്ണം, ഔട്ട്ഡോർ യൂണിറ്റ് ഒരെണ്ണം. ആവശ്യമുള്ള മെറ്റീരിയലുകൾ അല്ലെങ്കിൽ ഘടകങ്ങൾ: വയറുകൾ ആവശ്യാനുസരണം, PCB ബോർഡ് ഒരെണ്ണം, കോട്ടൺ വേസ്റ്റ് ആവശ്യത്തിന്, ഇൻസുലേഷൻ ടേപ്പ് ആവശ്യാനുസരണം, പെയിന്റ് ബ്രഷ് ഒരെണ്ണം, ആംഗിൾ ഫ്രെയിം, വാഷറുകൾ ഒരു ബോക്സ്, റബ്ബർ പാഡുകൾ ഒരു സെറ്റ്, കോച്ച് സ്ക്രൂ ആവശ്യാനുസരണം, റിലേ ഒരെണ്ണം, കപ്പാസിറ്റർ ഒരെണ്ണം, ടെർമിനൽ പിന്നുകൾ ഒരെണ്ണം, എണ്ണ അല്ലെങ്കിൽ ഗ്രീസ് ആവശ്യത്തിന്. ഒരു സ്പ്ലിറ്റ് AC 2 വ്യത്യസ്ത യൂണിറ്റുകൾ ഉൾക്കൊള്ളുന്നു. പുറത്ത് സ്ഥിതി ചെയ്യുന്ന കംപ്രസർ യൂണിറ്റ്, AC ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള വീടിനകത്ത് സ്ഥാപിച്ചിരിക്കുന്ന എയർ ഹാൻഡിംഗ് യൂണിറ്റ്. പരമ്പരാഗത വിൻഡോ ACകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സ്പ്ലിറ്റ് ACകൾ കാര്യക്ഷമതയിലും പ്രകടനത്തിലും ശ്രദ്ധേയമായ മെച്ചപ്പെടുത്തലുകൾ വാഗ്ദാനം ചെയ്യുന്നു. നിശബ്ദമായും ചെലവ് കുറഞ്ഞും പ്രവർത്തിക്കുന്നു. ടണേജ് അനുസരിച്ച് റേറ്റ് ചെയ്ത സ്പ്ലിറ്റ് ACകൾ വലിയ പ്രദേശങ്ങൾ തണുപ്പിക്കാൻ അനുയോജ്യമാണ്. അതേസമയം വിൻഡോ ACകൾ ചെറിയ ഇടങ്ങൾക്ക് അനുയോജ്യമാണ്. വിൻഡോ ACകളും സ്പ്ലിറ്റ് ACകളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം അവയുടെ സ്പേഷ്യൽ ആവശ്യകതകളാണ്. ജാലക യൂണിറ്റുകൾക്ക് കാര്യമായ ഇടം ആവശ്യമാണ്. പലപ്പോഴും ഒരു ജാലകത്തിനോ ഭിത്തിയിലോ യോജിപ്പിക്കുന്നതിന് മോഡിഫിക്കേഷനുകൾ ആവശ്യമാണ്. നേരെ മറിച്ച് സ്പ്ലിറ്റ് ACകളിൽ 2 യൂണിറ്റുകൾ അടങ്ങിയിരിക്കുന്നു. ഇത് ഇൻസ്റ്റാളേഷനിൽ കുറച്ച് ഫ്ലെക്സിബിലിറ്റി വാഗ്ദാനം ചെയ്യുന്നു. സ്പ്ലിറ്റ് ACകളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ സാധാരണ രീതിയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. എന്നിരുന്നാലും രണ്ടിനും ഇടയിൽ ഒരു ചോയ്സ് അവതരിപ്പിക്കുന്ന ഇൻവെർട്ടഡ് ACയും ഉണ്ട്. സ്പ്ലിറ്റ് ACകളും ഇൻവെർട്ടഡ് ACകളും തമ്മിലുള്ള പ്രാഥമിക വ്യത്യാസം അവയുടെ കംപ്രസർ പ്രവർത്തനത്തിലാണ്. സ്പ്ലിറ്റ് AC ഓപ്പറേഷൻ: പരമ്പരാഗത സ്പ്ലിറ്റ് ACകൾ ഫിക്സഡ് സ്പീഡ് കംപ്രസറുകൾ ഉപയോഗിക്കുന്നു. ഇത് താപനില ആവശ്യകതകളെ അടിസ്ഥാനമാക്കി പതിവായി പുനരാരംഭിക്കുന്നതിലേക്ക് നയിക്കുന്നു. ഇത് ശബ്ദം, അമിത തണുപ്പ്, ആയുർദൈർഘ്യം കുറയൽ എന്നിവയ്ക്ക് കാരണമായേക്കാം. ഇൻവെർട്ടഡ് AC പ്രവർത്തനം: ഇൻവെർട്ടഡ് ACകൾ വേരിയബിൾ സ്പീഡ് കംപ്രസറുകൾ ഉപയോഗിക്കുന്നു. താപനില ആവശ്യകതകളെ അടിസ്ഥാനമാക്കി അതിൻ്റെ വേഗത ക്രമീകരിക്കാൻ യൂണിറ്റിനെ അനുവദിക്കുന്നു. ആവശ്യമുള്ള ഊഷ്മാവ് എത്തുമ്പോൾ അത് കുറഞ്ഞ വേഗതയിൽ പ്രവർത്തിക്കുകയും ആവശ്യാനുസരണം റാമ്പ് ചെയ്യുകയും ചെയ്യുന്നു. കാര്യക്ഷമതയും ദീർഘായുസ്സും പ്രോത്സാഹിപ്പിക്കുന്നു. ഇൻവെർട്ടഡ് ACകൾ തിരഞ്ഞെടുക്കുന്നതിന് നിരവധി പ്രധാന ഗുണങ്ങളുണ്ട്. എനർജി എഫിഷ്യൻസി ഗണ്യമായി വർദ്ധിപ്പിച്ചു. ഇൻവെർട്ടർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് DC പവർ ഡിഗ്രിയിൽ നിന്ന് AC ആയി പരിവർത്തനം ചെയ്യുന്നത് യൂണിറ്റിൽ എത്തുന്നതിന് മുമ്പ് സംഭവിക്കുന്നു. ഇത് മെച്ചപ്പെട്ട എനർജി എഫിഷ്യൻസിയിലേക്കും പിന്നീട് വൈദ്യുതി ബില്ലുകൾ കുറയ്ക്കുന്നതിലേക്കും നയിക്കുന്നു. ഊർജ്ജ വിതരണത്തിനായി സൗരോർജ്ജത്തെയോ ജനറേറ്ററുകളെയോ ആശ്രയിക്കുന്ന കുടുംബങ്ങൾക്ക് ഈ സവിശേഷത പ്രത്യേകിച്ചും പ്രയോജനകരമാണ്. സാധാരണ സ്പ്ലിറ്റ് ACകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് ഒരു പവർ സേവിംഗ് യൂണിറ്റാണ്. കുറഞ്ഞ ഊഷ്മാവിൽ പോലും മെച്ചപ്പെട്ട തണുപ്പിക്കൽ പ്രകടനം കൈവരിക്കാനാകും. ചൂടുള്ള മാസങ്ങളിൽ പോലും തണുത്ത അന്തരീക്ഷം നിലനിർത്തുന്നതിൽ ഇത് കാര്യക്ഷമമായി തുടരുമെന്ന് ഇത് സൂചിപ്പിക്കുന്നു. ഡിമാൻഡ് നിറവേറ്റാൻ പാടുപെടുന്ന അല്ലെങ്കിൽ ആന്തരിക ഘടകങ്ങളിൽ അമിതമായ ലോഡ് മൂലമുണ്ടാകുന്ന ഓവർ ഹീറ്റിംഗ് കാരണം
പ്രവർത്തനം നിർത്തിയേക്കാവുന്ന കൺവെൻഷണൽ യൂണിറ്റുകളിൽ നിന്ന് വ്യത്യസ്തമാണിത്. പരമ്പരാഗത മോഡലുകളെ അപേക്ഷിച്ച് ശബ്ദത്തിന്റെ അളവ് ഗണ്യമായി കുറയുന്നു. കംപ്രസറും ഫാനും പ്രവർത്തിക്കുന്ന വേരിയബിൾ വേഗതയാണ് ഇതിന് കാരണം. ഇത് കുറഞ്ഞ ശബ്ദമോ വൈബ്രേഷനോ ഉള്ള ഒരു ശാന്തമായ പ്രവർത്തനത്തിന് കാരണമാകുന്നു. കൃത്യമായ ഇടവേളകളിൽ മുറിയുടെ വിവിധ ഭാഗങ്ങളിൽ താപനില വ്യതിയാനങ്ങൾ നിരീക്ഷിക്കുന്ന നൂതന മൈക്രോ പ്രോസസ്സറുകൾ ഇൻവെർട്ടഡ് എസികളിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഇത് മുറിയുടെ വലിപ്പം കണക്കിലെടുക്കാതെ ഏകീകൃത തണുപ്പിക്കൽ സാധ്യമാക്കുന്നു. റിമോട്ട് കൺട്രോൾ പാനലുകൾ ഇൻവെർട്ടർ എസികളുടെ കൂടെയുണ്ട്. മുറിക്കുള്ളിലെ ഏത് സ്ഥലത്തു നിന്നും പ്രവർത്തനം സാധ്യമാക്കുന്നു. ഒന്നിലധികം താമസക്കാരുള്ള വലിയ മുറികളിൽ ഈ സവിശേഷത പ്രത്യേകിച്ച് സുലഭമാണെന്ന് തെളിയിക്കുന്നു. വ്യക്തിഗത മുൻഗണനകൾ നിറവേറ്റുന്നതിനായി വ്യക്തിഗത താപനില ക്രമീകരണങ്ങൾ അനുവദിക്കുന്നു. ഇനി ഇൻവെർട്ടഡ് സ്പ്ലിറ്റ് എസിയുടെ ഘടകങ്ങൾ തിരിച്ചറിയാൻ നമുക്ക് പഠിക്കാം. ഇൻവെർട്ടഡ് സ്പ്ലിറ്റ് എയർ കണ്ടീഷണറുകൾ ആന്തരികവും ബാഹ്യവുമായ ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നു. അവ ഓരോന്നും സിസ്റ്റത്തിന്റെ പ്രവർത്തനങ്ങളിൽ നിർണായക പങ്ക് വഹിക്കുന്നു. പ്രധാന ഭാഗങ്ങളുടെ ഒരു അവലോകനം ഇതാ. ഇൻഡോർ യൂണിറ്റ്. ഇവാപ്പറേറ്റർ കോയിൽ. ഈ കോയിൽ ഇൻഡോർ വായുവിൽ നിന്ന് ചൂട് ആഗിരണം ചെയ്യുകയും തണുപ്പിക്കുകയും ചെയ്യുന്നു. ചൂട് ആഗിരണം ചെയ്യുമ്പോൾ ബാഷ്പീകരിക്കപ്പെടുന്ന ഒരു റെഫ്രിജറന്റ് ഇതിൽ അടങ്ങിയിരിക്കുന്നു. എയർ ഫിൽട്ടർ. യൂണിറ്റിലൂടെ കടന്നുപോകുന്ന വായുവിൽ നിന്നുള്ള പൊടി, കൂമ്പോള, മറ്റു വായുവിലൂടെ ഉള്ള കണികൾ എന്നിവ ഫിൽട്ടർ ചെയ്യുന്നു. വീടിനുള്ളിൽ ശുദ്ധവായു ഉറപ്പാക്കുന്നു. ബ്ലോവർ ഫാൻ. ഇത് ഇവാപ്പറേറ്റർ കോയിലിൽ നിന്ന് തണുത്ത വായു മുറിയിലേക്ക് പ്രചരിക്കുന്നു. വിപുലീകരണ വാൽവ്. ഇവാപ്പറേറ്റർ കോയിലിലേക്ക് റെഫ്രിജറന്റിന്റെ ഒഴുക്ക് നിയന്ത്രിക്കുന്നു. തണുപ്പിൽ പ്രക്രിയ നിയന്ത്രിക്കുന്നു. കൺട്രോൾ പാനൽ അല്ലെങ്കിൽ ഡിസ്പ്ലേ. താപനില, ഫാൻ വേഗത, മറ്റ് ക്രമീകരണങ്ങൾ എന്നിവ സജ്ജമാക്കാൻ ഉപയോക്താക്കളെ അനുവദിക്കുന്നു. ഔട്ട്ഡോർ യൂണിറ്റ്. കംപ്രസർ. ഇത് റെഫ്രിജറന്റ് കംപ്രസ് ചെയ്യുന്നു. ഇത് കണ്ടൻസർ കോയിലിലേക്ക് ഒഴുകുന്നതിന് മുമ്പ് അതിന്റെ താപനിലയും മർദ്ദവും ഉയർത്തുന്നു. കണ്ടൻസർ കോയിൽ. റെഫ്രിജറന്റ് വീണ്ടും ഒരു ദ്രാവകത്തിലേക്ക് ഘനീഭവിക്കുന്നതിനാൽ ഈ കോയിൽ ഇൻഡോർ വായുവിൽ നിന്ന് ആഗിരണം ചെയ്യപ്പെടുന്ന താപത്തെ പുറം വായുവിലേക്ക് വിടുന്നു. ഫാൻ. ചൂട് കാര്യക്ഷമമായി പുറന്തള്ളാൻ ഇത് കണ്ടൻസർ കോയിലിന് മുകളിലൂടെ പുറത്തെ വായു വീശുന്നു. ഇൻവെർട്ടഡ് കൺട്രോൾ ബോർഡ്. കംപ്രസർ മോട്ടറിന്റെ വേഗത നിയന്ത്രിക്കുന്നു. തണുപ്പിക്കൽ ആവശ്യകതകളെ അടിസ്ഥാനമാക്കി അതിന്റെ വേഗതയിൽ വ്യത്യാസം വരുത്താൻ ഇത് അനുവദിക്കുന്നു. ഇത് ഊർജ്ജ സംരക്ഷണത്തിനും കൂടുതൽ കൃത്യമായ താപനില നിയന്ത്രണത്തിനും കാരണമാകുന്നു. റെഫ്രിജറന്റ് ട്യൂബിംഗ്. ഈ ചെമ്പ് ട്യൂബുകൾ ഇൻഡോർ ഔട്ട്ഡോർ യൂണിറ്റുകളെ ബന്ധിപ്പിക്കുന്നു. അവയ്ക്കിടയിൽ ശീതീകരണത്തിന്റെ ഒഴുക്കിന് ഉപയോഗിക്കുന്നു. ഡ്രെയിനേജ് സിസ്റ്റം. ഇൻഡോർ യൂണിറ്റിൽ നിന്ന് ബാഷ്പീകരിച്ച വെള്ളം നീക്കം ചെയ്യുകയും പുറത്തേക്ക് തിരിച്ചുവിടുകയും ചെയ്യുന്നു. ഇലക്ട്രിക്കൽ ഘടകങ്ങൾ. വൈദ്യുതി വിതരണം. യൂണിറ്റിലേക്ക് വൈദ്യുതി വിതരണം ചെയ്യുന്നു. കപ്പാസിറ്ററുകൾ. കംപ്രസർ മോട്ടോർ ആരംഭിക്കുന്നതിനും പ്രവർത്തിപ്പിക്കുന്നതിനും സഹായിക്കുക. റിലേകളും കോൺടാക്ടറുകളും. വിവിധ ഘടകങ്ങളിലേക്ക് വൈദ്യുതിയുടെ ഒഴുക്ക് നിയന്ത്രിക്കുക. സെൻസറുകൾ. ഒപ്റ്റിമൽ പ്രകടനവും സുരക്ഷയും ഉറപ്പാക്കാൻ താപനില, മർദ്ദം, മറ്റ് പാരാമീറ്ററുകൾ എന്നിവ നിരീക്ഷിക്കുന്നു. PCB ബോർഡ്. കംപ്രസർ, കണ്ടൻസർ ഫാൻ, ബാഷ്പീകരണ ഫാൻ, മോട്ടറൈസ്ഡ് ഡാമ്പറുകൾ എന്നിവയുൾപ്പെടെ AC സിസ്റ്റത്തിനുള്ളിലെ വിവിധ ഭാഗങ്ങളുടെ പ്രവർത്തനം സർക്യൂട്ട് ബോർഡ് നിയന്ത്രിക്കുന്നു. ആവശ്യമുള്ളപ്പോൾ അനുയോജ്യമായ വേഗതയിൽ ഈ ഘടകങ്ങൾ പ്രവർത്തിക്കുന്നുവെന്ന് ഇത് ഉറപ്പാക്കുന്നു. ഫാൻ മോട്ടോർ. എയർ കണ്ടീഷണറിന്റെ ഫാൻ മോട്ടോർ കെട്ടിടത്തിനകത്തും പുറത്തും വായു പ്രവഹിക്കുന്ന AC ഫാനിനെ ശക്തിപ്പെടുത്തുന്നു. വീടിനുള്ളിൽ നിന്ന് ചൂടുള്ള വായു പുറന്തള്ളുന്നതിലും മുറികളിലേക്ക് തണുത്ത വായു വിതരണം ചെയ്യുന്നതിലും ഇതിന്റെ പങ്ക് നിർണായകമാണ്. ബാഷ്പീകരണ കോയിലുകൾക്ക് മുകളിലൂടെ വായു കടന്നുപോകുമ്പോൾ റെഫ്രിജറന്റ് ചൂട് ആഗിരണം ചെയ്യുകയും വീട്ടിൽ നിന്ന് പുറന്തള്ളുകയും ചെയ്യുന്നു. ഇത് തണുപ്പിക്കൽ പ്രക്രിയയ്ക്ക് കാരണമാകുന്നു. കംപ്രസർ DC മോട്ടോർ. ഒരു ഇൻവെർട്ടർ ഡ്രൈവ് ഒരു റെക്ടിഫയർ ഉപയോഗിച്ച് പ്രാരംഭ AC വോൾട്ടേജിനെ DC ആക്കി മാറ്റുന്നു. ഈ പരിവർത്തനം ചെയ്ത DC വോൾട്ടേജ് പിന്നീട് ഇൻവെർട്ടർ സർക്യൂട്ടിന് ഇന്ധനം നൽകുകയും വേരിയബിൾ ഫ്രീക്വൻസിയിൽ ഒരു AC വോൾട്ടേജ് സൃഷ്ടിക്കുകയും ചെയ്യുന്നു. കംപ്രസർ മോട്ടോറിന്റെ വേഗത അത് സ്വീകരിക്കുന്ന AC ഹെർട്സിനെ അടിസ്ഥാനമാക്കി ക്രമീകരിച്ചിരിക്കുന്നു. ചൂടാക്കൽ അല്ലെങ്കിൽ തണുപ്പിക്കൽ ലോഡുകളുടെ ആവശ്യകതകളുമായി പൊരുത്തപ്പെടുന്നു. ഇപ്പോൾ ഇൻവെർട്ടഡ് സ്പ്ലിറ്റ് ACക്ക് വയറിംഗ് കണക്ഷൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് പഠിക്കാം. കാണിച്ചിരിക്കുന്ന സർക്യൂട്ട് ഡയഗ്രം അനുസരിച്ച് വയറുകൾ ബന്ധിപ്പിക്കുക. വയറിംഗ് പ്രക്രിയ ആരംഭിക്കുന്നതിന് നിർദ്ദിഷ്ട കോഡ് ആവശ്യകതകൾ അനുസരിച്ച് മൾട്ടി കളർ വയറുകൾ ശേഖരിക്കുക. ബാഹ്യഘടകങ്ങൾ അവയുടെ നിയുക്ത സ്ഥലങ്ങളിൽ ശ്രദ്ധാപൂർവം സ്ഥാപിക്കുക. അടുത്തതായി ഓരോ കണക്ഷനും ആവശ്യമായ വയർ ദൈർഘ്യം കണക്കാക്കുക. അതിനനുസരിച്ച് അവ മുറിക്കാൻ തുടരുക.
അനുയോജ്യമായ നിറമുള്ള വയറുകൾ തിരഞ്ഞെടുത്ത് അവയെ അതിനനുസരിച്ച് ബന്ധിപ്പിക്കുക. അനുയോജ്യമായ സ്ക്രൂകളോ ക്ലിപ്പുകളോ ഉപയോഗിച്ച് കണക്ഷനുകൾ സുരക്ഷിതമാക്കുക. അവ ശരിയായി ഉറപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. കണക്ഷനുകൾ സുഗമമാക്കുന്നതിന് ആവശ്യമുള്ളിടത്തെല്ലാം കണക്ടറുകൾ ഉപയോഗിക്കുക. വൈദ്യുത അപകടങ്ങൾ തടയാൻ ആവശ്യമുള്ളപ്പോഴെല്ലാം വയറുകൾ ഇൻസുലേറ്റ് ചെയ്യുക. അവസാനമായി സുരക്ഷയും ശരിയായ പ്രവർത്തനവും ഉറപ്പാക്കിക്കൊണ്ട് സർക്യൂട്ടിനുള്ളിൽ തുറന്ന ലൈവ് വയറുകളൊന്നുമില്ലെന്ന് ഉറപ്പാക്കുക. ഇൻവേർട്ടഡ് സ്പ്ലിറ്റ് AC സിസ്റ്റത്തിന്റെ ഇൻഡോർ ഔട്ട്ഡോർ യൂണിറ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. ടാസ്ക് 1. യൂണിറ്റ് അൺപാക്ക് ചെയ്യുക. അൺപാക്ക് ചെയ്യൽ പ്രക്രിയ ആരംഭിക്കുന്നതിന് മുമ്പ് പാക്ക് ചെയ്ത മെറ്റീരിയൽ ശരിയായി സ്ഥാപിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് പ്രധാനമാണ്. സ്റ്റെപ്പ് 1. നെയിൽസ് നീക്കം ചെയ്യൽ. ആദ്യം വുഡൻ ബോക്സിൽ നിന്നും നെയിൽ റിമൂവർ ഉപയോഗിച്ച് നെയിൽസ് റിമൂവ് ചെയ്യുക. സ്റ്റെപ്പ് 2. തടി കൊണ്ടുള്ള പാക്കിംഗ് നീക്കം ചെയ്യൽ. അടുത്തതായി ചുറ്റികയും നെയിൽ റിമൂവറും ഉപയോഗിച്ച് എല്ലാ ഭാഗത്തു നിന്നും എല്ലാ തടി പാക്കിങ്ങും നീക്കം ചെയ്യുക. സ്റ്റെപ്പ് 3. ബോൾട്ടുകളും നട്ടുകളും അഴിക്കുക. താഴെയുള്ള തടി ഭാഗത്തു നിന്ന് ഔട്ട്ഡോർ യൂണിറ്റിന്റെ അടിത്തറയിൽ നിന്നും ബോൾട്ടുകളും നട്ടുകളും അഴിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. സ്റ്റെപ്പ് 4. പരിശോധന. എല്ലാ ഘടകങ്ങളും നല്ല നിലയിലാണെന്ന് ഉറപ്പാക്കാൻ അവ നന്നായി പരിശോധിക്കുക. എന്തെങ്കിലും കേടുപാടുകൾ അല്ലെങ്കിൽ പൊട്ടലുകൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ വിതരണക്കാരനെ അറിയിക്കണം. കണ്ടൻസിംഗ് യൂണിറ്റിലും ഇൻഡോർ യൂണിറ്റിലും പോറലുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക. കണ്ടൻസറും ബാഷ്പീകരണ ഫിൻസ് കേടായതിന്റെ ലക്ഷണങ്ങൾക്കായി പരിശോധിക്കുക. പൈപ്പ് ലൈനുകളും ഫിറ്റിങ്ങുകളും ശ്രദ്ധാപൂർവം പരിശോധിക്കുക. അവസാനമായി സാധ്യമായ നാശനഷ്ടങ്ങൾക്കായി ഫാൻ മോട്ടോർ പരിശോധിക്കുകയും കേടുപാടുകളുടെ ഏതെങ്കിലും ലക്ഷണങ്ങൾക്കായി സർവീസ് വാൽവ് ഫിറ്റിങ്ങുകൾ പരിശോധിക്കുകയും ചെയ്യുക. ടാസ്ക് 1. ഇൻഡോർ യൂണിറ്റിനായി സ്ഥലം തിരഞ്ഞെടുക്കുന്നു. വായുപ്രവാഹത്തെ തടസ്സപ്പെടുത്തുന്ന തടസ്സങ്ങളൊന്നുമില്ലെന്നും തണുത്തതോ ചൂടാക്കിയതോ ആയോ വായു മുറിയിലുടനീളം തുല്യമായി പ്രചരിക്കുന്നുവെന്ന് ഉറപ്പാക്കുക. യൂണിറ്റ് അല്ലെങ്കിൽ അത് ഘടിപ്പിച്ചിരിക്കുന്ന ഭിത്തി കുലുങ്ങുകയോ വൈബ്രേറ്റ് ചെയ്യുകയോ ചെയ്യാത്ത ഒരു സ്ഥിരതയുള്ള സ്ഥലം തിരഞ്ഞെടുക്കുക. സ്പെസിഫിക്കേഷനുകളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ആവശ്യമായ ക്ലിയറൻസ് ലഭ്യമാണെന്ന് ഉറപ്പുവരുത്തി യൂണിറ്റിന് സർവീസ് നൽകുന്നതിന് വിശാലമായ സ്ഥലമുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക. വയറിങ്ങും പൈപ്പിങ്ങും എളുപ്പത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാനും ബുദ്ധിമുട്ടില്ലാത്ത സർവീസ് ചെയ്യാനും കഴിയുന്ന ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക. ടാസ്ക് 2. ഔട്ട്ഡോർ യൂണിറ്റിനായി സ്ഥലം തിരഞ്ഞെടുക്കുന്നു. ഇൻടേക്ക് ഔട്ട്ലെറ്റ് പൈപ്പുകൾക്ക് കാറ്റ് തടസ്സമാകാത്ത ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക. യൂണിറ്റിൽ നിന്നുള്ള ശബ്ദവും ചൂടുള്ള വായുവും സമീപത്തെ താമസക്കാരെ ശല്യപ്പെടുത്താത്ത ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക. ശക്തമായ കാറ്റിന് സാധ്യതയുള്ള പ്രദേശമാണെങ്കിൽ ശക്തമായ കാറ്റ് പ്രകടന പ്രശ്നങ്ങൾ, വർദ്ധിച്ച സമ്മർദ്ദം മൂലം ആകസ്മികമായ ഷട്ട് ഡൗൺ, ഫാനിന്റെ കേടുപാടുകൾ എന്നിവയ്ക്ക് കാരണമാകുമെന്ന് ഓർമ്മിക്കുക. അതിനാൽ പ്രതിരോധ നടപടികൾ കൈക്കൊള്ളേണ്ടത് അത്യാവശ്യമാണ്. വൺ വേ പൈപ്പിംഗ് നീളവും ലംബമായ ഉയരവും തമ്മിലുള്ള പരിമിതികൾ. ടാസ്ക് 3. ഇൻഡോർ ഔട്ട്ഡോർ യൂണിറ്റുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഉൾപ്പെടുന്നു. പൈപ്പിംഗ് നീളത്തിലും അവ തമ്മിലുള്ള ഉയര വ്യത്യാസത്തിലും ചില നിയന്ത്രണങ്ങളോടെ എല്ലാ മോഡലുകൾക്കും വൺ വേ പൈപ്പിങ്ങിനുള്ള പരമാവധി ദൈർഘ്യം 30 മീറ്ററാണ്. ഇൻഡോർ ഔട്ട്ഡോർ യൂണിറ്റുകൾ തമ്മിലുള്ള ഉയരം വ്യത്യാസം 20 മീറ്ററിൽ കൂടരുത്. ഇൻഡോർ യൂണിറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് ആദ്യം ഇൻസ്റ്റലേഷൻ ബോർഡ് മൗണ്ട് ചെയ്ത് സുരക്ഷിതമാക്കുക. തുടർന്ന് 4 സ്ക്രൂകൾ ഉപയോഗിച്ച് അതിന്റെ തിരശ്ചീന സ്ഥാനം ക്രമീകരിക്കുക. സ്റ്റാൻഡേർഡ് ഹോൾ സെന്റർ പോയിന്റായി ഉപയോഗിച്ച് ബോർഡ് ലെവലാണെന്ന് ഉറപ്പാക്കുക. യൂണിറ്റിന്റെ ഇടതുഭാഗത്തു നിന്നോ മധ്യത്തിൽ നിന്നോ പിന്നിൽ നിന്നോ പൈപ്പിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇൻഡോർ യൂണിറ്റ് തയ്യാറാക്കുന്നതിന് ഈ ഘട്ടങ്ങൾ പാലിക്കുക. എയർ ഇൻലെറ്റ് പാനൽ തുറന്ന് സർവീസ് പാനൽ നീക്കം ചെയ്യുക. വയറിംഗ് ക്ലാമ്പ് വിച്ഛേദിച്ച് ടെർമിനൽ ബ്ലോക്കിലേക്ക് ബന്ധിപ്പിക്കുന്ന വയർ സുരക്ഷിതമായി ബന്ധിപ്പിക്കുക. മോശം സമ്പർക്കം, അമിത ചൂടാക്കൽ അല്ലെങ്കിൽ തീപിടുത്തം എന്നിവ ഒഴിവാക്കാൻ കണക്ഷൻ വയർ ദൃഢമായി ഘടിപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ബന്ധിപ്പിക്കുന്ന വയർ സുരക്ഷിതമാക്കാൻ വയറിംഗ് ക്ലാമ്പ് അറ്റാച്ച് ചെയ്യുക. സർവീസ് പാനൽ വീണ്ടും ഘടിപ്പിച്ച് എയർ ഇൻലെറ്റ് പാനൽ അടയ്ക്കുക. യൂണിറ്റിന്റെ ഇടത് അല്ലെങ്കിൽ മധ്യഭാഗത്ത് പിൻഭാഗത്ത് നിന്ന് പൈപ്പ് ചെയ്യുമ്പോൾ ഫിക്സിംഗ് സമയത്ത് പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. ഇൻസ്റ്റലേഷൻ ബോർഡിൽ നിന്ന് ഇൻഡോർ യൂണിറ്റ് നീക്കം ചെയ്യുന്നതിനായി ഇൻഡോർ യൂണിറ്റ് ബേസ് ലോവർ ലാച്ചിന്റെ അടയാളപ്പെടുത്തിയ ഭാഗം മുകളിലേക്ക് തള്ളുക. ഇരുവശത്തും നിങ്ങളുടെ നേരെ ചെറുതായി വലിക്കുക. തുടർന്ന് ഇൻസ്റ്റലേഷൻ ബോർഡിൽ നിന്ന് വേർപെടുത്താൻ ഇൻഡോർ യൂണിറ്റ് മുകളിലേക്ക് തള്ളുക. ഔട്ട്ഡോർ യൂണിറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് യൂണിറ്റ് സുസ്ഥിരമാണെന്ന് ഉറപ്പുവരുത്തുകയും സ്ഥിരമായ അടിത്തറയിലേക്ക് അത് ശരിയാക്കുകയും ചെയ്യുക. ഉയർന്ന സ്ഥലത്തോ ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലോ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ഫൗണ്ടേഷൻ ബോൾട്ടുകളോ വയറോ ഉപയോഗിച്ച് യൂണിറ്റ് സുരക്ഷിതമായി ഉറപ്പിക്കുക.
ഇൻഡോർ യൂണിറ്റ് ടെർമിനൽ ബ്ലോക്കിന്റെ ടെർമിനൽ നമ്പറുകൾ അനുസരിച്ച് വയറിംഗ് ബന്ധിപ്പിക്കുക. മാർക്കിന് സമീപം സ്ഥിതി ചെയ്യുന്ന കണക്ഷനായി ഗ്രൗണ്ട് സ്ക്രൂ ഉപയോഗിക്കുക. ചില പ്രദേശങ്ങളിൽ തുടർച്ചയായ ദിവസങ്ങളോളം താപനില 0°C താഴെയാണെങ്കിൽ ഫ്രീസിംഗ് മൂലം വെള്ളം പുറന്തള്ളുന്നത് തടയാൻ ഡ്രെയിൻ എൽബോ സ്ഥാപിക്കാതിരിക്കുക. നമ്മൾ വ്യായാമത്തിന്റെ അവസാനത്തിൽ എത്തി. അങ്ങനെ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ഭാഗങ്ങൾ തിരിച്ചറിയാനും വയറിംഗ് കണക്ഷനുകൾ ഉണ്ടാക്കാനും ഇൻവെർട്ടർ സ്പ്ലിറ്റ് AC ഇൻസ്റ്റാൾ ചെയ്യാനും നമ്മൾ പഠിച്ചു. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ലഭിച്ചിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ പരിശീലകന്റെ സഹായത്തോടെ ഈ എക്സസൈസ് ചെയ്യുക. എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം.